മരണം വരെ ഒന്നിച്ചു പോകുവാൻ പ്രതിജ്ഞയെടുത്ത് യാത്ര ആരംഭിച്ചവർ ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന ഒന്നിനെ കൊണ്ടും മായ്ച്ചു കളവാൻ കഴിയില്ല. എങ്കിൽ പിന്നെ ഒന്നിച്ചു പോകുമ്പോഴത്തെ പ്രതിസന്ധികളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതല്ലേ ബുദ്ധി? വിവാഹമോചനത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണ്? ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനം. മാനുഷിക ബന്ധങ്ങളും മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കുവാൻ അവയെക്കുറിച്ചുള്ള ദൈവഹിതം കണ്ടെത്തുകയാണ് ഏറ്റവും നല്ല മാർഗം. കാരണം മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളെ പൂർണ്ണമായി അറിഞ്ഞാണ് ദൈവം കൽപ്പനകൾ നൽകിയിട്ടുള്ളത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ജീവിത സംബന്ധിയായ ചില സുപ്രധാന സത്യങ്ങളിലൂടെയാണ് ഇന്ന് നാം യാത്ര ചെയ്യുന്നത്. അതിൻ്റെ 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ 18 അധ്യായങ്ങളിൽ ഒരു പ്രത്യേക ഗതി, ഒരു മുന്നേറ്റം നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷം എഴുതുന്നു എന്നത് വ്യക്തമാണല്ലോ. ക്രിസ്തുവിനെ രാജാവായി കാണിക്കുവാനുള്ള സുവിശേഷകൻ്റെ ശ്രമം ശരിക്കും വിജയിക്കുന്നുണ്ട്. ആ ഗതി നമ്മുടെ ശ്രദ്ധയെ ഇനിയും തിരിക്കുന്നത് ഈ സുവിശേഷത്തിൻ്റെ ഭൂമിശാസ്ത്രത്തിലേക്കാണ്. കുറേ നാളായി യേശു യഹൂദയ്ക്ക് വെളിയിലായിരുന്നല്ലോ. അവിടെയാണ് അവൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ഇതാ അവൻ വീണ്ടും യഹൂദയിലേക്ക് പ്രവേശിക്കുന്നു. തൻ്റെ ക്രൂശീകരണത്തിനു മുമ്പ് ഒടുവിലത്തെ പ്രാവശ്യമാണ് യേശു യെരുശലേമിലേക്ക് നീങ്ങുന്നത്. അവിടുന്ന് ചെയ്യുന്നതിലും പറയുന്നതിലുമെല്ലാം ഒരു വ്യക്തമായ ഉദ്ദേശമുണ്ടെന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാകുന്നുണ്ട്. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഈ വചനങ്ങളെ പറഞ്ഞ് തീർന്നിട്ട് യേശു ഗലീല വിട്ടു. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് എന്ന് പറഞ്ഞാൽ 16, 17, 18 അധ്യായങ്ങളിൽ നാം ചിന്തിച്ച വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട്. ഗലീലയിൽ യേശുവിന് പറയുവാനുള്ളത് പറഞ്ഞു തീർന്ന ശേഷം അവൻ തെക്കോട്ട് ചെന്ന് യോർദാൻ അക്കരെ യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു. അതിൻ്റെ അർത്ഥം യോർദാൻ നദിയുടെ കിഴക്കേക്കര എന്നാണ്. ഭൗതികവും ഭൂമിശാസ്ത്രപരവുമായ ഒരർത്ഥത്തിലാണ് ഇപ്പോഴത്തെ നീക്കം. മുകളിൽ ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് താൻ മരിക്കുവാനായി യെരുശലേമിലേക്ക് പോകുന്നുവെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അവിടുന്ന് പിന്നീട് ഗലീലയിലേക്ക് മാറി. അവൻ അവിടെ ഗലീലക്കടലിൻ്റെ ചുറ്റും സമയം ചെലവഴിച്ചു. അവൻ്റെ ആസ്ഥാനം കഫർന്നഹൂമായിരുന്നു. അവൻ ഗദരദേശത്തും ചെന്നതായി നാം കാണുന്നുണ്ട്. ഇപ്പോൾ അവൻ യഹൂദ്യയുടെ അതിരുകളിലാണ്. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോർദാൻ അക്കരെ യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു. വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവൻ അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ള 2 വാക്കുകൾ ഒരുമിച്ച് ചേർത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ. അതിലൊരു പദം പുരുഷാരം എന്നുള്ളതും മറ്റേ പദം സൗഖ്യമാക്കി എന്നുള്ളതുമാണ്. ഏതാനും പേരെ സൗഖ്യമാക്കി എന്നല്ല, വളരെ പുരുഷാരം സൗഖ്യം പ്രാപിച്ചു എന്നാണ് നാം വായിച്ചത്. ഓരോ പ്രാവശ്യവും ഇത് വായിക്കുമ്പോൾ എനിക്ക് താല്പര്യം കൂടിക്കൂടി വരികയാണ്. വന്നുകൂടിയവരിൽ ചിലരെ അവൻ സൗഖ്യമാക്കുകയല്ലായിരുന്നു, സൗഖ്യം ആവശ്യമുള്ള എല്ലാവരെയും അവൻ സൗഖ്യമാക്കി. രോഗശാന്തി ശുശ്രൂഷയുമായി മുൻപോട്ട് പോകുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്കത് സാധിക്കുമോ? ആശുപത്രിയിൽ കയറി അവിടെ മുഴുവൻ ഒഴിച്ചു വിടുവാൻ കഴിയില്ലേ? തീർച്ചയായും മനുഷ്യനെ കൊണ്ടത് സാധ്യമല്ല. തുടർന്ന് മതനേതാക്കന്മാർ ഒരു ചോദ്യവുമായി യേശുവിനെ സമീപിക്കുന്നു. വിവാഹമോചനത്തെ സംബന്ധിക്കുന്നത് അത്രേ അവരുടെ സംശയം. വിവാഹത്തിനുള്ള ദൈവത്തിൻ്റെ കൽപ്പനയും വിവാഹമോചനത്തിനുള്ള അടിസ്ഥാനങ്ങളും കർത്താവ് വീണ്ടും വിശദീകരിക്കുന്നു.
3-ാം വാക്യത്തിൽ കാണുന്നത്, പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. പരീശന്മാർ വന്നത് യേശുവിനെ പരീക്ഷിക്കേണ്ടതിനത്രേ. മോശയിക ന്യായപ്രമാണത്തിൻ്റെ എതിരാണ് യേശു പറഞ്ഞത് എന്ന് കാണിക്കുവാൻ ഈ പരീശന്മാർ അവൻ്റെ പിമ്പയായിരുന്നു. ഒരു പ്രശ്നവുമായിട്ടാണ് അവർ അവൻ്റെ അടുത്തിപ്പോൾ വരുന്നത്. ഇന്നത്തേതുപോലെ എന്നും അതൊരു പ്രശ്നമായിരുന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഇന്നും പ്രസക്തമായൊരു പ്രശ്നമാണല്ലോ ഈ പറഞ്ഞത്. ഞാനൊരല്പം പിൻപോട്ട് പോയി ചില കാര്യങ്ങളൊന്ന് ഓർപ്പിക്കട്ടെ. മനുഷ്യവർഗത്തിൻ്റെ സുഗമമായ ജീവിതത്തിനായി ദൈവം ചില പ്രത്യേക കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായി, കുടുംബജീവിതത്തിൻ്റെ സംരക്ഷണത്തിനായി ദൈവം വിവാഹം ഏർപ്പെടുത്തി. അത് രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കും ഒരുപോലെ അനുഗ്രഹ കാരണമായിരിക്കേണ്ടതിനാണ് ദൈവം നൽകിയത്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ വധശിക്ഷ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. ഇത് ദൈവം നൽകിയത് രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. രാജ്യത്തെ പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കുവാൻ, വ്യക്തികളുടെ സംരക്ഷണത്തിനായിട്ടാണ് ശബത്ത് നിയമം കൊണ്ടുവന്നത്. അതായത് മനുഷ്യൻ ഒരു ദിവസമെങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിശ്രമിക്കേണ്ടതിനായി. ദൈവം ഈ നിയമങ്ങൾ നൽകിയത് വ്യക്തികളെയും കുടുംബങ്ങളെയും രാഷ്ട്രത്തെയും ഒക്കെ സംരക്ഷിക്കുന്നതിനാണ്. ഇത് പൊതുവായിട്ടുള്ള നിയമങ്ങളാണ്, എല്ലാ മനുഷ്യർക്കും കൂടി നൽകിയിട്ടുള്ളവ എന്ന് ചുരുക്കം. പിന്നീടത് അവൻ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് പ്രത്യേകമായി നൽകി. വിവാഹത്തെ സംബന്ധിക്കുന്ന ഈ ചോദ്യം നമുക്ക് ഇനിയും ഒന്ന് നോക്കാം. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പരിമിതമായ പശ്ചാത്തലത്തിലാണ് തീർച്ചയായും ഇത് നൽകിയിരിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒന്ന് നോക്കാം. ഇത് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നാണ് ചോദ്യം. യേശു അവരെ ആദിയിലേക്ക് കൊണ്ടുപോയി. ദൈവം അവരെ സൃഷ്ടിച്ചപ്പോഴത്തെ മാതൃകയിലേക്ക് അവൻ കൊണ്ടുപോയി. വളരെ വിശാലമായ ഒരു അടിസ്ഥാനത്തിൽ മോശയിക ന്യായപ്രമാണം വിവാഹമോചനത്തിന് അനുമതി നൽകിയതായി ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ നാം കാണുന്നത്, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് വിവാഹം ചെയ്ത ശേഷം അവളിൽ ദൂഷ്യമായ വല്ലതും കണ്ടിട്ട് അവൻ അവളോട് അനിഷ്ടം തോന്നിയാൽ ഒരു ഉപേക്ഷണ പത്രം എഴുതി കയ്യിൽ കൊടുത്തിട്ട് അവളെ വീട്ടിൽ നിന്ന് അയക്കണം. മോശയുടെ ന്യായപ്രമാണം പഠിക്കുമ്പോൾ വിവാഹമോചനം അന്യജാതിയിലുള്ള ഒരു വ്യക്തിയുമായുള്ള വിവാഹബന്ധത്തോളം മോശമായിരുന്നില്ല, അല്ലെങ്കിൽ കുറ്റകരമല്ലായിരുന്നു. ഉദാഹരണത്തിന്, ഒരു പുരോഹിതൻ്റെ മകൾ അന്യജാതിക്കാരനെ വിവാഹം കഴിച്ചാൽ അവളെ ഇസ്രായേൽ ദേശത്ത് നിന്ന് പോലും പുറത്താക്കിയിരുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ മോശയുടെ ന്യായപ്രമാണം അർത്ഥമില്ലാത്ത വിധത്തിൽ വ്യാഖ്യാനിക്കുവാൻ മനുഷ്യൻ ആരംഭിച്ചു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉപേക്ഷണപത്രം കൊടുക്കാം എന്ന അവസ്ഥയിലായിത്തീരുന്നു. ഉദാഹരണത്തിന്, ഭാര്യ ഉണ്ടാക്കിയ കറിക്ക് ഉപ്പ് അല്പം കൂടിപ്പോയി എന്ന് കണ്ടാൽ പോലും ഉപേക്ഷിക്കാവുന്ന സ്ഥിതിയായി എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകും. ഫലമോ, നമ്മുടെ കർത്താവിൻ്റെ കാലം വന്നപ്പോഴേക്കും വിവാഹമോചനത്തെ സംബന്ധിച്ച് വളരെയധികം ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഇവിടെ സംഭവിക്കുന്നത്. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് തുടരുകയാണ്. അതിന് അവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളിച്ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല 1 ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുത്തരം പറഞ്ഞു. മനുഷ്യ കുടുംബത്തിൽ പാപം പ്രവേശിക്കുന്നതിന് മുമ്പ് പുരുഷനും സ്ത്രീക്കും ദൈവം നിശ്ചയിച്ച ആദ്യത്തെ പ്ലാൻ ഇതായിരുന്നുവെന്ന് കാണുന്നു. വിവാഹമോചനം എന്നത് ദൈവത്തിൻ്റെ ആദ്യത്തെ ക്രമീകരണത്തിലെങ്ങുമില്ലായിരുന്നു. എന്തുകൊണ്ട്? കാരണം പാപം എന്നത് ദൈവത്തിൻ്റെ പ്രാരംഭ ക്രമീകരണങ്ങളിലെങ്ങും നാം കാണുന്നില്ല. വിവാഹമോചനം എന്നത് പാപത്തിൻ്റെ പരിണിത ഫലമാണ്. നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും വിവാഹമോചനത്തിനു വേണ്ടി ശ്രമിക്കുന്ന ബന്ധത്തിൽ എവിടെയോ പാപമുണ്ട് എന്നുള്ളത് സത്യമാണ്.
അതുകൊണ്ട് യേശു കർത്താവ് അവരെ പിമ്പോട്ട് കൊണ്ടുപോയി ദൈവത്തിൻ്റെ ആദ്യത്തെ ക്രമീകരണത്തെ അവർക്ക് കാണിച്ചു കൊടുത്തു. 7 മുതലുള്ള വാക്യങ്ങളിൽ നാം അതാണ് കാണുന്നത്. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഈ പരീശന്മാരുടെ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാൻ നിങ്ങൾ ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കണം. എന്തുകൊണ്ടാണ് മോശ വിവാഹമോചനം അനുവദിച്ചത്? അവരുടെ ഹൃദയകാഠിന്യം നിമിത്തം. വിവാഹബന്ധം മനുഷ്യന് ദൈവം നൽകിയ സമ്മാനമാണ്. ദൈവം നൽകിയിട്ടുള്ള സമ്മാനങ്ങളിലേക്കും ഏറ്റവും പരിപാവനവും മധുരതരവുമായുള്ളത് വിവാഹബന്ധമാണ്. അതിനോട് തുല്യമായ ഒരു ബന്ധവുമില്ല. വിവാഹബന്ധത്തിലെ സന്തോഷവും സംതൃപ്തിയും ഭൗതികമായിട്ടുള്ള സമൃദ്ധിയിലല്ല, പിന്നെയോ ദൈവത്തോടുകൂടെ 2 വ്യക്തികൾ ബന്ധം സ്ഥാപിക്കുന്നതിലത്രേ. ദൈവത്തോടു കൂടി അല്ലാത്ത കുടുംബജീവിതം വാസ്തവത്തിൽ ആസ്വദിക്കുകയല്ല, എങ്ങനെങ്കിലും ജീവിച്ചു തീർക്കുകയാണ്, അത്രമാത്രം. വാസ്തവത്തിൽ വിവാഹം എന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നതത്രേ. അതുകൊണ്ട് ദൈവമക്കൾക്ക് മാത്രമേ ഇത്രമാത്രം ഉന്നതവും വിശുദ്ധവുമായ ബന്ധം വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. എന്നിരുന്നാൽ തന്നെ അവരതിൽ പരാജയപ്പെടുമ്പോൾ, കയ്പും ഹൃദയകാഠിന്യവും പ്രവേശിക്കുമ്പോൾ അത് വിവാഹത്തിൻ്റെ ഒരു അവഹേളനവും കൂത്തുകാഴ്ചയും അർത്ഥശൂന്യതയും ആകുന്നു. ഈ പരിപാവനമായ ബന്ധത്തിൻ്റെ വിലയിടിച്ച് കളയുന്നത് തന്നെ അതത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, വിവാഹം ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിലാണ് നടക്കുന്നത്. അല്ലാതെ മൂന്നാമതൊരിടത്തിൽ അത് നടക്കുവാൻ സാധ്യമല്ല. വിവാഹം ശരിയായ ഇടത്തിലല്ല നടന്നതെങ്കിൽ ആയത് അശാന്തിയുടെ ആരംഭമാകും. ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും ചിലപ്പോൾ തങ്ങളുടെ വിവാഹബന്ധം ദൃഢതയില്ലാത്ത തീരുമാനമായി തീരാറുണ്ട്. മനുഷ്യൻ്റെ ഹൃദയകാഠിന്യം നിമിത്തം ദൈവം വിവാഹമോചനം അനുവദിച്ചു. ദൈവം നമ്മോട് കരുണയുള്ളവനാണ്. എന്നാൽ വിവാഹമോചനം ഒരിക്കലും ദൈവം അനുവദിച്ചിട്ടുള്ള മാതൃകയല്ല. ഈ കാര്യത്തിൽ ഏറെ അയഞ്ഞ ഒരു നിലപാടുള്ള സംസ്കാരത്തിലാണ് നാം ഒക്കെ ഇന്ന് ജീവിക്കുന്നത്. വിവാഹമോചനം നേടിയവരോ വിവാഹമോചനം നേടുവാൻ പരിശ്രമിക്കുന്നവരോ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. ഓർക്കുക, വിവാഹമോചനത്തിൻ്റെ പശ്ചാത്തലം എപ്പോഴും പാപമാകുന്നു. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നുള്ളതല്ല. നാം എല്ലാവരും പാപികളാകുന്നു എന്ന വാസ്തവം അവിടെ നിൽക്കുന്നു. അനുതപിച്ച് പാപം ഏറ്റുപറയുന്ന കൊലപാതകികളോട് പോലും ദൈവം ക്ഷമിക്കുന്നു. എങ്കിൽ വിവാഹമോചനം ചെയ്തവരോടും ദൈവം ക്ഷമിക്കും, അനുതപിച്ച് ഏറ്റുപറയുമ്പോൾ. ഇനിയും കർത്താവ് നമ്മോട് പുതിയൊരു കാര്യം പറയുന്നതാണ് 9-ാം വാക്യത്തിൽ. ഞാൻ വായിച്ചല്ലോ, ഞാനാണോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഈ വ്യഭിചാരത്തിലേക്ക് ഒരു വിവാഹബന്ധത്തെ നടത്തുന്നത് എന്താകുന്നു എന്നാണ്. വ്യഭിചാരം വിവാഹത്തെ തകർക്കുകയും വിവാഹമോചനത്തിനുള്ള അനുവാദം നൽകുകയും ചെയ്യുന്നു. ആരോ എന്നോട് പറയുകയുണ്ടായി, അത് ശരിയാണ്, പക്ഷേ ഈ നല്ല വിശ്വാസിയായ സ്ത്രീയുടെ അവസ്ഥ ഒന്ന് കണ്ടേ. അവളുടെ ഭർത്താവ് ഒരു വലിയ മദ്യപാനിയാണ്, അല്ലെങ്കിൽ ഭക്തനായ ഒരു മനുഷ്യൻ ദൈവമില്ലാത്തൊരു സ്ത്രീയുടെ ഭർത്താവായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും? ക്രിസ്തു വിശ്വാസികൾക്ക് വിവാഹബന്ധം വേർപെടുത്തുവാൻ അനുവാദമുള്ള മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ചാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നത് വ്യഭിചാര കുറ്റത്താൽ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ്. നിരപരാധിയായ കക്ഷിക്ക് പുനർവിവാഹത്തിന് അവസരം നൽകുന്നതിനായിട്ടാണ് ഈ വിവാഹമോചനം അനുവദിച്ചിരുന്നത്. ഈ നിയമം ദൈവമക്കളായി തീർന്നിട്ടുള്ളവർക്ക് മാത്രം പ്രായോഗികമാക്കുവാൻ ഉള്ളതായിരുന്നു.
തൻ്റെ മക്കളായി തീർന്നിട്ടില്ലാത്തവരുടെ ജീവിതങ്ങളെ ദൈവം നിയന്ത്രിക്കുന്നില്ല. പിന്നെയോ ആദ്യം അവർ ക്രൂശിങ്കിലേക്ക് വരണം. ദൈവമക്കളായി തീർന്നിട്ടില്ലാത്തവർ ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളാകണം എന്നതാണ് ആദ്യത്തെ കാര്യം. അല്ലാത്തവർ വിവാഹിതരാണെങ്കിലും വിവാഹമോചിതരാണെങ്കിലും വിവാഹം കഴിച്ചിട്ടില്ലാത്തവരാകുന്നെങ്കിലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അവർക്കുള്ള പ്രമാണമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം വെച്ചിട്ടുള്ള പ്രമാണം അവർക്ക് ബാധകമല്ലല്ലോ. ഇനിയും പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഇവിടെയുണ്ട്. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ശിഷ്യന്മാർ അവനോട്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പറയുന്നത്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുന്നു എങ്കിൽ കർത്താവെ പിന്നെ വിവാഹം കഴിക്കാതിരിക്കുന്നതാണല്ലോ നല്ലത്. അത് സത്യമാണ്. വിവാഹം കഴിക്കാതിരിക്കാമെങ്കിൽ വളരെയധികം പ്രശ്നം ഇല്ലാതിരിക്കാം, അതിന് സംശയമില്ല. എന്നാൽ എന്താണ് വാസ്തവത്തിൽ വേണ്ടത്? 11-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, അവൻ അവരോട്, വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. ഇത് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ കാലങ്ങളിൽ നാം വളരെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. തുടർന്നുള്ള വാക്യങ്ങളിൽ കർത്താവ് വളരെ പ്രധാനപ്പെട്ടൊരു പ്രമാണം അവർക്ക് നൽകുന്നു. തുടർന്നും പല സഭകളും ഈ പ്രശ്നത്തിൽ നിന്നും കരകയറുവാൻ സാധിക്കാതെ കുഴങ്ങുകയാണ്. 19-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവരുണ്ട്, മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്, ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ഡന്മാരായി ജനിച്ചവരുണ്ട്. വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ലാത്ത ചില പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. അവർക്ക് അങ്ങനെ കഴിയുന്നതിന് ഒരു പ്രയാസവുമില്ല. പക്ഷേ അത് എല്ലാവർക്കും പറ്റുന്നതല്ല. പിന്നെ പറയുന്നു, മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുണ്ട്. പ്രത്യേക സ്ഥാനങ്ങളിലുള്ളവർ വിവാഹം കഴിച്ച് കുടുംബം പുലർത്തി നടക്കുവാൻ പാടില്ല എന്ന് ചില സംഘടനയുടെ അല്ലെങ്കിൽ ചില സഭയുടെ നിയമമാകും. അത് മനുഷ്യനുണ്ടാക്കിയ നിയമമാണ്. അങ്ങനെ ആ സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് പിന്നെ വിവാഹം കഴിക്കുവാൻ ഒരവകാശവുമില്ല. അതാരും കുറ്റപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരുമുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ തീരുമാനിച്ച ഒരു പെൺകുട്ടിയോട് ഞാൻ ഒരിക്കൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞേ, ഇങ്ങനെ പോയാൽ നിനക്ക് വിവാഹം കഴിക്കുവാൻ സാധിച്ചെന്ന് വരില്ല. അതിന് മറുപടിയായി അവൾ എന്നോട് പറഞ്ഞത്, ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചതാണ്, ആ ത്യാഗം ചെയ്യുവാൻ ഞാൻ തയ്യാറായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുകയാണ് എന്ന്. ആ പെൺകുട്ടി അത് സ്വമേധയാ ചെയ്തതാണ്. ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു നിരിക്കും, നിങ്ങൾ ചിന്തിക്കുന്നു സുവിശേഷ വേലക്കാരൻ വിവാഹം കഴിച്ചേ മതിയാകൂ എന്ന്, അല്ലെങ്കിൽ അച്ഛന്മാർ വിവാഹം കഴിക്കണമെന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഇവിടെയാണ് ദൈവം ഒരു പ്രമാണം നൽകുന്നത്. ദൈവം പറയുന്നത് അത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കും, ബാഹ്യ സമ്മർദ്ദത്താലാകരുത്. നമുക്ക് വേണ്ടി നാം തന്നെയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ ഞാൻ അങ്ങനെ തീരുമാനമെടുത്തത് കൊണ്ട് അങ്ങനെ അല്ലാത്തവരെല്ലാം തെറ്റുകാരാണെന്നും എന്നെപ്പോലെ ആയിട്ടില്ല എങ്കിൽ ദൈവം അംഗീകരിക്കത്തില്ല എന്നും പറയുന്നത് ശുദ്ധ അബദ്ധമാകുന്നു. ഇനിയും വളരെ മനോഹരമായ വേറൊരു കാര്യം നമുക്ക് കാണാവുന്നതാണ്. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ചു. പിന്നെ അവിടെ നിന്ന് യാത്രയായി. ശിശുപ്രായത്തിൽ മരിക്കുന്ന ശിശുക്കളുടെ ആത്മരക്ഷയ്ക്ക് ആവശ്യമായ അടിസ്ഥാനം ഈ ഭാഗത്ത് കാണുന്നുണ്ട്. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിനെ ഒരു ശിശുവിന് കാണിച്ചു കൊടുക്കുന്ന പക്ഷം യാതൊരു കുട്ടിയും യേശുവിനെ തള്ളിക്കളയുകയില്ല എന്നതാണ് വാസ്തവം. സുവിശേഷം കുഞ്ഞുങ്ങളോട് അറിയിക്കണമെന്ന് നിർബന്ധമായി പറയുന്നതിൻ്റെ ഒരു കാരണവും ഇതുതന്നെയാണ്. യേശു വിവാഹമോചനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഈ ശിശുക്കളെക്കുറിച്ച് പറയുവാൻ തുടങ്ങുന്നത് രസകരമായി തോന്നുന്നില്ലേ? ഏതൊരു വിവാഹബന്ധം വേർപെടുത്തുമ്പോഴും അതിലേറ്റവും അധികം പ്രധാനപ്പെട്ടത് കുഞ്ഞുങ്ങളാണ്.
വിവാഹബന്ധം വേർപെടുത്തുന്നതിൽ, കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് നിരപരാധികളായ കുഞ്ഞുങ്ങളാണ്. അതെ, അങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് ഭയാനകമാണ്. 16-17 വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് അവൻ, എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവനൊരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക എന്ന് അവനോട് പറഞ്ഞു. ഈ യൗവനക്കാരൻ യേശുക്രിസ്തുവിനെ സമീപിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ യേശുക്രിസ്തുവിനെ നല്ല ഗുരു എന്ന് സംബോധന ചെയ്യുന്നു. യേശു നല്ലവനാകുന്നുവെന്ന് സമ്മതിക്കുവാൻ അവന് പ്രയാസമില്ലായിരുന്നു. ഒരുപക്ഷെ യേശുവിൻ്റെ ശത്രുക്കൾ അങ്ങനെ ഒന്ന് സമ്മതിച്ചു കൊടുക്കുവാൻ തയ്യാറല്ലായിരുന്നിരിക്കും. നമ്മുടെ മലയാളം തർജ്ജിമയിൽ 2 വാക്യങ്ങളിൽ മറ്റു ഭാഷകളിൽ നിന്നും അല്പം വ്യത്യാസം കാണുന്നുണ്ട്. 16-ാം വാക്യത്തിൽ നല്ല ഗുരു എന്നുള്ള സംബോധനയുണ്ട്. 17-ാം വാക്യത്തിൽ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്ത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. എന്തുകൊണ്ട് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നു? നമ്മുടെ കർത്താവ് വാസ്തവത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവൻ വാസ്തവത്തിൽ അർത്ഥമാക്കിയത്, ഞാൻ നല്ലവനെന്ന് നീ കാണുന്നുവെങ്കിൽ അത് ഞാൻ ദൈവമായതുകൊണ്ട് മാത്രമാണ്. എന്നിട്ട് കർത്താവ് അവനെ ശരിയായ വഴിയിലേക്ക് തിരിക്കുവാൻ നോക്കുകയാണ്. അവൻ പറഞ്ഞു, അവൻ അറിയാവുന്ന കൽപ്പനകളെല്ലാം അനുസരിക്കുന്നുണ്ട് എന്ന്. 18, 19, 20 വാക്യങ്ങളിൽ ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. ഈ മനുഷ്യന് അത് പറയുവാൻ ധൈര്യമുണ്ടായി. എന്നിരുന്നിട്ടും ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഒരു ശൂന്യത അനുഭവിച്ചിരുന്നു എന്നത് വ്യക്തമാണ്. യേശു അവനോട് പറഞ്ഞതായ കൽപ്പനകൾ 10 കൽപ്പനകളിലെ ഒടുവിലത്തെ ഭാഗത്തായിരുന്നു എന്ന് നിങ്ങൾ കണ്ടല്ലോ. അതായത് മനുഷ്യനുമായുള്ള ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്ന കൽപ്പനകൾ. 10 കൽപ്പനകളിൽ ആദ്യത്തെ ഭാഗം മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്നത് അത്രേ. യേശു പ്രസ്തുത കൽപ്പനകൾ ഉദ്ധരിച്ച യൗവനക്കാരനോട് സംസാരിക്കാതിരുന്നതിന് കാരണം അവൻ്റെ ചിന്താഗതിയിലൂടെ കർത്താവ് അവനെ നയിക്കുകയായിരുന്നു. എന്തായിരുന്നാൽ തന്നെയും ഇനിയും കർത്താവ് അവനെ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് തിരിക്കുകയാണ്. 21-ാം വാക്യത്തിൽ യേശു അവനോട്, സൽഗുണപൂർണൻ ആകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. സൽഗുണപൂർണനാകുവാൻ എന്ന് പറഞ്ഞാൽ തികഞ്ഞവനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നത്രേ. ഇവൻ കുറേ നാളായി യേശുവിൻ്റെ കൂട്ടത്തിലായിരുന്നിരിക്കുമല്ലോ. അങ്ങനെ വന്നപ്പോൾ അവന് മനസ്സിലായി കാണും, അവൻ 10 കൽപ്പനകളിൽ ആദ്യത്തെ കൂട്ടം അനുസരിക്കുന്നില്ല എന്ന്. അതായത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ കാണിക്കുന്ന കൽപ്പനകൾ. യേശു കർത്താവ് ക്രൂശിങ്കിലേക്കുള്ള തൻ്റെ വഴിയിലായിരുന്നു. ഈ മനുഷ്യൻ യേശുവിനെ അനുഗമിച്ചിരുന്നുവെങ്കിൽ അതൊരു ക്രൂശിൻ്റെ ചുവട്ടിൽ മാത്രമേ ചെന്നെത്തുകയുള്ളായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ പിൻപേ പോകുവാൻ ഈ യൗവനക്കാരനെ തടസ്സപ്പെടുത്തുന്നത് എന്തോ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അതവൻ്റെ ധനമായിരുന്നു. നമ്മെ തികഞ്ഞവരാക്കാതിരിക്കുന്ന അനേകം കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകാം. അതിനെ ഉപേക്ഷിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. 22-ാം വാക്യത്തിൽ യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ നിന്നും ഈ യൗവനക്കാരനെ പിന്തിരിപ്പിച്ചത് അവൻ്റെ സമ്പത്തായിരുന്നു. ഇന്ന് അതുപോലെ അനേകം കാര്യങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ നിന്നും മനുഷ്യരെ പിന്തിരിപ്പിക്കുന്നതായിട്ടുണ്ട്. സമ്പത്ത് അതിൽ ഒന്ന് മാത്രമാണ്. ചിലർക്കത് അവരുടെ സഭാംഗത്വമാകുന്നു. ഒരു പ്രത്യേക സഭയിലെ അംഗമായതിനാൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ എല്ലാം ക്രമമായി പോകുന്നതിനാൽ അവരെ അത് സംരക്ഷിക്കുമെന്നുള്ള തെറ്റായ ധാരണ. ഈ ചിന്ത അവരുടെ തെറ്റായ വഴികളെ കാണുവാൻ പോലും അവരെ അനുവദിക്കുന്നില്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ നിന്നും നിങ്ങളെ അകറ്റിക്കളയുന്നത് എന്താകുന്നു സുഹൃത്തേ? ഈ മനുഷ്യന് അത് അവൻ്റെ സമ്പത്തായിരുന്നു. 23-ാം വാക്യത്തിൽ നാം കാണുന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നാം ജീവിക്കുന്ന ഈ കാലത്തും ഇത് സത്യമാകുന്നു. ലോകത്തിലെ ധനികന്മാരിലും
കുലീനന്മാരിലും സെലിബ്രിറ്റികളിലും അധികം ആരും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരല്ല. അതുകൊണ്ട് അങ്ങനെ ആകുവാൻ ശ്രമിക്കുന്നവർ സൂക്ഷിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. 24 വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയൂടെ കടക്കുന്നത് എളുപ്പം എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞിട്ടുള്ള ഫലിതങ്ങൾ നല്ല പങ്കാളുകളും കാണാതെ പോകാറുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാകുന്നു നാം ഇപ്പോൾ വായിച്ചത്. ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് വിചിത്രമായിട്ടാകും. അവർ പറയുന്നത് യെരുശലേമിൽ സൂചിക്കുഴ എന്ന പേരോടുകൂടിയ ഒരു കവാടം, ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു എന്നും അതിലൂടെ കടക്കുവാൻ ഒട്ടകങ്ങൾ മുട്ടിന്മേൽ വലിയണമെന്നും അങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ മനുഷ്യർ വിനയപ്പെടേണ്ടതുണ്ട് എന്നുമത്രേ. ഈ പറഞ്ഞ വ്യാഖ്യാനം യേശു ഉദ്ദേശിച്ച അർത്ഥത്തിൽ നിന്നും വിദൂരത്തിലാണ്. യേശു ഇവിടെ ഒരു യഥാർത്ഥ ഒട്ടകത്തെക്കുറിച്ചും യഥാർത്ഥ സൂചിക്കുഴയെക്കുറിച്ചുമാകുന്നു സംസാരിക്കുന്നത്. ഒരു യഥാർത്ഥ ഒട്ടകത്തിനൊരു യഥാർത്ഥ സൂചിക്കുഴയിൽ കൂടി കടക്കുന്നത് അസാധ്യമായ കാര്യമാകുന്നു. എന്നാൽ ദൈവത്തെക്കൊണ്ടത് സാധിക്കും. ഇവിടുത്തെ അർത്ഥം ഒരു മനുഷ്യൻ്റെ വീണ്ടും ജനനം അവൻ്റെ യാതൊരു പരിശ്രമത്താലും സാധ്യമല്ല, ദൈവത്താൽ മാത്രം സാധ്യമാണ്. അനേകരും ധരിച്ചു വച്ചിരിക്കുന്നത് അവർ ചെയ്യുന്ന പല നല്ല കാര്യങ്ങളാലും അവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും എന്നത്രേ. നിങ്ങളൊരു പാപിയാകുന്നു എന്ന് ദൈവദൃഷ്ടിയിൽ ഒരു യാചകനാകുന്നു എന്ന്, നിങ്ങളുടെ രക്ഷയ്ക്കായി എന്തെങ്കിലും ചെയ്യുവാൻ നിങ്ങൾ നിസ്സഹായരാകുന്നു എന്ന് അംഗീകരിച്ച് ദൈവത്തെ ആശ്രയിക്കുമ്പോൾ മാത്രമാകുന്നു നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുന്നത്. തങ്ങളുടെ ആത്മരക്ഷയ്ക്കായി എന്തെങ്കിലും കൊടുത്ത് ദൈവത്തെ സ്വാധീനിക്കാമെന്ന് ചിന്തിക്കുന്ന അത്രയും കാലം ഒരു ഒട്ടകം ഒരു സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെ മാത്രമേ നിങ്ങളുടെ രക്ഷ സാധ്യമാകൂ. 25 വാക്യത്തിൽ യേശു നൽകിയ മറുപടി ശ്രദ്ധിച്ചാലും നാം 26 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് അതിൻ്റെ വിശദീകരണമാണ്. എൻ്റെ ആത്മരക്ഷയ്ക്കായി എൻ്റെ പക്കൽ യാതൊന്നുമില്ല എന്ന അനുതാപത്തോടെ ശൂന്യമായ കൈകളും തുറന്നു വരുന്ന ഒരു യാചകനെ പോലെ ദൈവസന്നിധിയിലേക്ക് വരുന്ന ഏതൊരുവനും രക്ഷ പ്രാപിക്കാവുന്നതാണ്. ദൈവത്താൽ സകലവും സാധ്യമാകുന്നു. ആ രക്ഷ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൻ്റെ ശൂന്യതകളെ നികത്തുവാൻ സമ്പത്തിന് കഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ടും നിത്യജീവൻ്റെ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ ധനികനായ യുവാവിന് സാധിച്ചില്ല. സമ്പത്തിലുള്ള ആശ്രയം ഉപേക്ഷിക്കുക എന്നത് ദൈവസഹായം കൂടാതെ മനുഷ്യന് അസാധ്യമാണെന്ന വസ്തുതയാണ് ആ വ്യക്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിത്യജീവനെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് ലഭിക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് അസാധ്യമായ കാര്യങ്ങളുണ്ടെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് തിരിച്ചറിയുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.